മക്കളെ, നിങ്ങൾ പോയിട്ട് രേഖയെ കണ്ടോ? ഈ നരകത്തേക്കാൾ അവൾക്ക് റെസ്ക്യൂ ഷെൽട്ടർ സുഖാണോ? അവളുടെ തല ഒറ്റടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? ഞാനിത് സമ്മതിക്കില്ല. ഫ്രിഡ്ജും സ്റ്റൗവും റേഡിയോ അടക്കം നിങ്ങൾ വിറ്റില്ലേ? ഞാനിത് തരില്ല. ഞാൻ വിറ്റത് നിന്റെ തന്തയെ പോലെ കള്ളു കുടിക്കാനല്ല, ഈ വീട്ടിൽ അരി വാങ്ങിക്കാനാ. 7 മാസമായി കമ്പനി പൂട്ടിരിക്കുന്നത് നിനക്കറിയില്ലേ? നിങ്ങൾ ഇത്ര ദരിദ്രവാസിയാണെന്ന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാൽക്കാശിന് വകയില്ലാത്തവൻ എന്ന് ചെയ്തായിട്ട് എന്താ? ഞാൻ ഈ കിച്ചണിൽ കിടന്ന് തീയും കൂടെയും നേട്ട് നശിച്ചു. ഇനി ഇതുകൂടെ കൊണ്ടുപോയാൽ ഞാൻ അമ്മയ്ക്കില്ലിട്ട് അരക്കണ്ടേ? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഞാനിത് തരില്ല, ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് പോയില്ലെങ്കിൽ ആർക്ക് പല്ല് വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോളെ ഫേസ് അടിച്ചു, എന്നെ സല്ലേന്ന് വിളിച്ചു, എന്നെ പല്ലടിച്ച് കുഴിക്കുന്നു പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അവനെ ഇടിക്ക്, അവനെ അടിക്ക്. നിന്റെ അമ്മയുടെ തള്ള ചെയ്യിക്കുന്നേ ആ മുളങ്കൂസ്. അമ്മാണു, എന്റെ മരുമോൻ മുളങ്കൂസനല്ല, അവനൊരാണാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവൻ ഇപ്പൊ ചെയ്തതുപോലെ ഒരൊറ്റ അടി അന്ന് ഞാൻ നിന്റെ കരണക്കുറ്റി കിട്ടു തന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതികേട് വരിയില്ലായിരുന്നു. സുശീല, എനിക്ക് രജിസ്റ്റർ കത്തുണ്ട്. സുശീലേ, നിനക്ക് രജിസ്റ്റർ കത്തുണ്ട്, ഒപ്പിടൂ. എന്താ ചേച്ചി? മധു കേസ് കൊടുത്തിരിക്കുന്നു. നിന്റെ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കാനുള്ള സമൻസാണിത്. അയ്യോ ചേച്ചി, നീ എന്തിനാടി പേടിക്കുന്നത്? എന്റെ മക്കളെ മണ്ടി മുലകുടി മാറാത്തൊരു കുഞ്ഞിനെയും ഓർമ്മയുറക്കാത്തൊരു പെൺകുട്ടിയെയും അവരുടെ അമ്മയിൽ നിന്ന് പിരിക്കാൻ ഒരു കോടതി വിധിക്കില്ലടി. നീ പോയി നിന്റെ ജോലി നോക്ക. ചെല്ല്. മോളെന്തിനാ കരയുന്നേ? അമ്മ അമ്മേനെ തല്ലി. എന്തിനാടി കുഞ്ഞിനെ തല്ലിയെ? ഇതിലെ പോയ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ ഇവൾ ചാട്ടി പിടിച്ച് കരഞ്ഞിട്ടാ. കുട്ടികളൊരാശ പറഞ്ഞാൽ തല്ലിയാണോടി സാധിപ്പിച്ചു കൊടുക്കുന്നത്? മോള് കരയണ്ട ചേച്ചി. എന്റെ കുഞ്ഞുങ്ങളെ കോടതിയിൽ കൊണ്ടുപോയാൽ നീ അതോർത്ത് വിഷമിക്കണ്ട. വേണ്ടി വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കാം. പോരെ? ബാ. സുശീലയുടെ കുഞ്ഞുങ്ങളുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ആ കുട്ടികൾ അവരുടെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ കേസിൽ വിധി നമുക്ക് അനുകൂലമാകാനിടയില്ല. അതെന്താണ് സാർ? ഹിയറിംഗിന് എത്തിയില്ലെങ്കിലും സുശീലയുടെ ഭർത്താവ് കൊണ്ടുവരുന്ന ന്യായങ്ങൾ ആ വിധത്തിലാണ്. മൂത്ത സഹോദരി സീനിയർ വക്കീലുമായി അവിഹിത ബന്ധമുണ്ടെന്ന കാരണത്താൽ വക്കീലിന്റെ ഭാര്യ അവളെ ഓഫീസിൽ നിന്നും അടിച്ചിറക്കിയെന്ന്. വാദി തന്റെ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം അവളുടെ സ്വഭാവ ദൂഷ്യമാണ്. മൂന്നാമത്തെ സഹോദരി വ്യഭിചാര കുറ്റത്തിന് റെസ്ക്യൂ ഷെൽട്ടറിൽ കഴിയുന്നു. സുശീലയുടെ ഭർത്താവ് കോടതിയിൽ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുതകൾ ഇവയൊക്കെയാണ്. അതുകൊണ്ട്
ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അമ്മയെ പിരിഞ്ഞ് ജീവിക്കണമെന്നാണോ? ഈ വീട്ടിൽ അവന്റെ കുട്ടികൾ വളർന്നാൽ ഞങ്ങളെപ്പോലെ അവരും സ്വഭാവദോഷമുള്ളവരായി തീരുമെന്ന് മധു വാദിക്കും. കോടതി അവന്റെ വാദം തള്ളിക്കളയില്ലെന്നാണ് വക്കീലിന്റെ അഭിപ്രായം. അപ്പോ കുഞ്ഞുങ്ങളെ മധുവിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണോ? ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഭയപ്പെടുന്ന ആ തരത്തിലാണ്. അമ്മ മോളോടൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കോ? എന്താ അമ്മ? കുറച്ചു ദിവസം മോളുടെ അച്ഛന്റെ കൂടെ പോയി താമസിക്കും. വേണ്ടമ്മ. മോളുടെ അച്ഛനല്ലേ? അച്ഛൻ മോൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിത്തരും, മിഠായി വാങ്ങിത്തരും. അവിടെ പോയാ അച്ഛനെ തല്ലും, കറിഞ്ഞ കല്ല് തീ കൊണ്ട് പൊള്ളിക്കും. വേണ്ടമ്മ. മോളെ, എന്തിനാ അമ്മ കരയണേ? ഒന്നുമില്ല മോളെ. എനിക്ക് പേടിയൊന്നും അമ്മ. അച്ഛൻ വന്നെന്നെ പിടിച്ചുകൊണ്ട് പോവോ? ഇല്ല മോളെ, എന്റെ മോളെ ആരും കൊണ്ടുപോയില്ല. നിയമപ്രകാരം കുഞ്ഞുങ്ങൾ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇവരെ ഞാൻ കൊണ്ടുപോകും. ഇല്ല, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തരില്ല. നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. ഭാര്യയുടെ അമ്മേനെ വിടരുത്. അച്ഛനെ അടിക്കാം. എന്താ മോളെ, എന്താ? ഒന്നുമില്ലമ്മേ. എന്തിനാണ് പുതിയ ഉടുപ്പിടുന്നത്? നമ്മള് പോവാ മോളെ. സുശീല കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ. ആരാ കൂടെ? അവൾക്ക് വിമല വന്നിട്ട് പോയാ പോരെ? വല്യേച്ചി വരാൻ താമസിക്കുവച്ചാ. ഞങ്ങൾ തനിച്ചു പോയിക്കൊള്ളാം. 10 രൂപ മതിയമ്മേ. മരുന്നിന് കുറിച്ചാലോ? നീ ഇത് വെച്ചോ മോളെ. വേണ്ടമ്മേ, മരുന്ന് പിന്നെ വാങ്ങിച്ചോളാം. മിനിമോളെ, മിനിമോളിന് മുത്തച്ഛന് ഉമ്മ തന്നില്ലല്ലോ. പോയിട്ട് വരാമേ. അമ്മ എന്താ കഴിക്കാത്ത? മോളെ ആശ തീർന്നാൽ അമ്മയ്ക്ക് തൃപ്തിയായി. ഇതൂടെ കഴിക്കുമോളെ. അടുത്തെത്തി മോളെ. വാ, വേഗം വാ. ഹലോ, ഏതാസ്പത്രിയില്? എവറിത്തിങ്സ് ഓക്കെ, പേടിക്കണ്ട. സുശീല ഏത് പാടില്ല? എമർജൻസി, പേടിക്കണ്ട. അവൾക്കൊരു ആപത്തും വരരുത്, ഡോക്ടർ പറഞ്ഞു. എന്റെ മോളെ കുഞ്ഞുങ്ങൾ എവിടെയാ? സുശീല കുട്ടികളെ എടുത്താ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുട്ടികളോ? ഇടതുവശത്തുള്ള ബോട്ടുകളെല്ലാം പാലത്തിന്റെ ഇടതുഭാഗത്തേക്കും
നിങ്ങളുടെ പേര്? അബ്ദുള്ള കോയ. സംഭവ ദിവസം രാത്രി പ്രതിയെ രക്ഷിക്കാൻ നിങ്ങൾ എങ്ങനെ ഫറോക്ക് പോയിട്ട് തീരത്ത് വന്നു? ഞമ്മക്ക് പാലത്തിന്റെ ചോട്ടില് പൂയി കയറ്റുന്ന പണിയാണ്. അന്ന് രാത്രി പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോ എന്താണ് ഒരാൾ പുഴയെ ചാടിക്കണം? അവർ കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീക്ക് തീരെ ബോധമുണ്ടായിരുന്നില്ല. ഷി വാസ് ഇൻ എ സിങ്കിങ് കണ്ടീഷൻ. പത്ത് 12 മണിക്കൂർ നേരം ആ പുഴയിൽ തിരഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിയുടെ ശവശരീരം കിട്ടിയത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് ഉദ്ദേശിച്ച് 28 മണിക്കൂർ മുമ്പെങ്കിലും മരണം നടന്നിരിക്കും. ശ്വാസകോശത്തിലും വയറ്റിലും വെള്ളമുണ്ടായിരുന്നു. ശ്വാസം മുട്ടി മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ വേറെയും കണ്ടു. Wish you the best. Your Honor, സാക്ഷിമൊഴികളിലൂടെ പ്രതിയുടെ പേരിലുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഒപ്പം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇതേവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പ്രതിയുടെ ഈ മൗനം തന്നെ കുറ്റസമ്മതമായി കണക്കാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ സ്ത്രീയോട് ഒരനുതാപവും പ്രകടിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഡിഫൻസ്. യുവർ ഓണർ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ കോടതിയിൽ ഇതേവരെ മൗനം ദീക്ഷിച്ചുവെങ്കിൽ അതിന്റെ കാരണം ഇവിടെ തെളിയിക്കപ്പെട്ട വസ്തുതകൾ മുഴുവൻ സത്യമാണെന്നും അത് ഈ സ്ത്രീ ചെയ്തതാണെന്നും സമ്മതിക്കുകയാണ്. Then what's your argument? ഈ സ്ത്രീ ചെയ്ത കൃത്യം കുറ്റമാണോ എന്ന് അപഗ്രഥിക്കാനും അല്ലെന്ന് സമർത്ഥിക്കാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശത്രു സൈന്യങ്ങളെ നിഷ്കരണം വെടിവെച്ചു കൊല്ലുന്ന ഒരു പട്ടാളക്കാരൻ കൊലപാതകയല്ല. അവനിവിടെ ധീരതയ്ക്കുള്ള വീരചക്രം നേടാം, ഫോർ ബ്രേവറി. ഒരു സാധാരണക്കാരൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി അന്യരെ കൊലപ്പെടുത്തിയാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാകാം, ഓൺ സെൽഫ് ഡിഫൻസ്. സമചിത്തത നശിച്ച ഒരാളുടെ ക്രൂരകൃത്യങ്ങൾ സാധൂകരിക്കപ്പെടുന്നു, ബൈ ഇൻസാനിറ്റി. Miss Pimela, this is not such a case. യെസ് യുവർ ഓണർ, ഐ നോ. ഇവൾ പട്ടാളക്കാരിയല്ല, ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊല ചെയ്തവളല്ല, ഭ്രാന്തിയല്ല. എന്നാൽ കൊലപാതകം കുറ്റമാകുന്ന മറ്റു കാരണങ്ങൾ ഇവളുടെ കൃത്യത്തിൽ ആരോപിക്കാമോ? താൻ സ്നേഹിച്ചു വളർത്തിയ കുഞ്ഞുങ്ങൾ ഭാവിയിൽ തന്നെ പോലെ യാതന അനുഭവിക്കേണ്ടി വരുമോ എന്നോർത്തപ്പോൾ സഹിക്കാൻ പറ്റാതെ സ്നേഹമയ്യായ ഒരമ്മ തന്റെ മക്കൾക്ക് ആ ദുഃഖത്തിൽ നിന്നും നിത്യമോചനം നൽകുകയായിരുന്നു. ആ കൃത്യത്തിൽ നിന്ന് അവൾ നേടാൻ ആഗ്രഹിച്ചത് വീരചക്രമല്ല, വീണ്ടും ജീവിക്കാനുള്ള അവസരമോ അല്ല, സ്വയഹത്യയായിരുന്നു. ഇവിടെ കുറ്റമായി വിചാരണ ചെയ്യുന്നത് ആ സ്നേഹത്തെ, ത്യാഗത്തെയാണ്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീയെയും പ്രതിനിധീകരിക്കുന്ന അമ്മയും സഹോദരിയും ഭാര്യയും മകളുമാണ്. ജനിക്കാനിരിക്കുന്ന ഗർഭശിശു പെണ്ണാണെന്നറിഞ്ഞാൽ പിറക്കുന്നതിന് മുൻപേ കൊലപ്പെടുത്തുന്ന സ്ത്രീയെ നിയമം ശിക്ഷിക്കുന്നില്ല. 10 മാസം ചുമന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ചു പോയ 2 പെൺമക്കളെ കൊന്നതിന് ഈ അമ്മയെ ശിക്ഷിക്കാൻ അതേ നിയമം കൂട്ടുനിൽക്കുമോ? സ്ത്രീയുടെ വേദന അറിയാതെ, അവളോട് സഹതാപം കാണിക്കാതെ എന്നും അടിമയായി തരം താഴ്ത്തുന്ന നമ്മുടെ സാമൂഹ്യ ബോധത്തിന് ഈ നാട്ടിലെ നീതിശാസ്ത്രം ഇനിയും കൂട്ടുനിൽക്കുമോ? എങ്കിൽ ഇനി ഈ ഭൂമുഖത്ത് പിറക്കാൻ പോകുന്ന വിപ്ലവം തൊഴിലാളി മുതലാളി വർഗ സമരത്തിലൂടെ ആവില്ല. സ്ത്രീ വിലങ്ങും ചങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ് മോചനം നേടുന്ന മഹാവിപ്ലവമായിരിക്കും. മിസ് വിമല, ഇറ്റ്സ് ഇനഫ്. കോടതിക്ക് പ്രതിയോട് സഹതാപമില്ലെന്ന് കരുതരുത്. യേശുറാണ്. സഹതാപമുള്ളവർ വേറെയും ഉണ്ടായിരുന്നു. ഒഴുക്കത്തുള്ള ആറ്റിലേക്ക് എടുത്തു ചാടിയ ഒരു തൊഴിലാളി സുഹൃത്തിന്റെ സഹതാപം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യനിർവഹണത്തിൽ അതിയായ സാമർഥ്യം കാണിച്ചൊരു ഡോക്ടറുടെ സഹതാപം
ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ച് പ്രതിക്കൂട്ടിലെത്തിച്ചു. ഇനി ബഹുമാനപ്പെട്ട കോടതിയുടെ സഹതാപം വേണ്ടുന്നവർക്ക് ജീവിക്കാൻ അവസരം നൽകുമെങ്കിൽ പ്രതിഭാഗം വക്കീലെന്ന നിലയ്ക്കല്ല, അവശരും അബലരുമായ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധി നിന്നേക്ക് അപേക്ഷിക്കുകയാണ്. അരുതേ, ഇവളുടെ കൈകളിൽ ആണിയടിച്ച്, ഇവളുടെ ശിരസിൽ മുൾക്കിരീടം ചൂടിച്ച്, ചോര പൊടിയുന്ന മുറിപ്പാടുകളോടെ വിശക്കുന്ന ചെന്നായ്ക്കൾ മേയുന്ന ഈ സമൂഹത്തിന്റെ നടുവിലേക്ക് ഇനിയും ഇവളെ അയക്കരുതേ. ഇവൾക്ക് നിത്യമോചനം കൊടുക്കൂ. ഈ സ്ത്രീക്ക് വധശിക്ഷ വിധിക്കൂ. That's all, Your Honor. ഈ കുഞ്ഞുങ്ങളോടെങ്കിലും ദയ കാണിക്കൂ. ഈ തലമുറയോടെങ്കിലും നീതി പുലർത്തൂ. നാളെയെങ്കിലും ഇവർക്ക് മോചനം നൽകൂ.